നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 2025 അതിൻ്റെ ആദ്യ പകുതി കഴിയുകയാണ്. അടുത്ത പകുതിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായ അനേക വിടുതലുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ചില വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞ ചില അരുളപ്പാടുകളൊക്കെ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി അനേക വിഷയങ്ങൾ നമുക്ക് വിടുതൽ ലഭിക്കാനുണ്ട്, അനുഗ്രഹങ്ങൾ ലഭിക്കാനുണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ വളരെ ശക്തിയോടെ, വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വിടുതലിനായി, ഒരു അനുഗ്രഹത്തിനായി വളരെയധികം പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ്. എന്നാൽ നമുക്കൊരാഗ്രഹമുണ്ട്, എത്രയും വേഗം ചില വിടുതലുകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടെയാണ് നാം എല്ലാവരുമായിരിക്കുന്നത്. ഇവിടെയാണ് ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥനാ ഗീതം നാം ശ്രദ്ധിക്കുമ്പോൾ, ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം എന്ന് പറയുന്നത് തൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്, ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. അതിനകത്ത് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, യഹോവേ, ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിൽ കരുണ ഓർക്കണമേ. ഈ വാക്യത്തിൽ 2 കാര്യങ്ങൾ പ്രവാചകൻ ഓർപ്പിക്കുന്നു. താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ അവിടുത്തെ പ്രവൃത്തി ഒന്നുകൂടെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചില അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുത പ്രവർത്തികളുടെ ഫലമായി അനേക വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളുണ്ട്, നീ അടിയങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളുണ്ട്. അതൊന്നുകൂടെ അതുപോലെ ഒരു അത്ഭുത പ്രവർത്തികൾ ചെയ്യണമേ. എപ്പോൾ? ആണ്ടുകൾ കഴിയും മുമ്പ്. ഈ മധ്യാഹ്നത്തിൽ, ഈ വർഷത്തിൻ്റെ പകുതിയിലേക്ക് വരുമ്പോൾ, മധ്യത്തിലേക്ക് വരുമ്പോൾ, ഈ ആണ്ട് തീരുന്നതിന് മുൻപേ വീണ്ടും ചില അത്ഭുത പ്രവർത്തികൾ കാണുവാൻ, ചില വിടുതലുകൾ കാണുവാനായിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ വായിക്കുന്നു, റിവൈവ് ദ വർക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. പിന്നെയും പറയുകയാണ്, ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ് മേക്ക് നോൺ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഒന്നുകൂടെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, ആ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ നീ അയക്കണമേ. എന്തിന്? എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ വെളിപ്പെടുത്തണം. അവിടുന്ന് ആരാണ്, ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവപ്രവൃത്തി എന്താണെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തണമേ. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകണം. അതിനായി നമുക്ക് ഏൽപ്പിക്കാം.